രാത്രി എന്ത് കഴിക്കണം എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വീഡിയോ കണ്ടത് റാഗിയുടെ സ്മൂതി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ എന്നാൽ ട്രൈ ചെയ്ത് നോക്കിയാലോ. 2 പേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഡേറ്റ്സും കുറച്ച് പഴവും കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് വെച്ചു. ഇനി നമ്മൾ അതിലേക്ക് ഈ റാഗിയുടെ കുറുക്ക് നമ്മൾ ഒഴിക്കണം. പക്ഷെ നോക്കിയപ്പോൾ മൂപ്പര് ഇതുവരെയായിട്ടും ചൂടാറി കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇച്ചിരി വെള്ളം താഴെ വെച്ചൊന്ന് ചൂടാറ്റാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചൂടാകുന്ന സമയത്തേക്ക് ഒരു ഓറഞ്ച് വെറുതെ ഇരിക്കുന്ന കണ്ടപ്പോൾ കഴിച്ച്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുക്കുമ്പർ അവിടെ ഇരിക്കുന്നു. ശരി, അപ്പോൾ ഒരു കുക്കുമ്പർ കൂടി കഴിച്ചേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ആ കുക്കുമ്പറും കഴിച്ചു. പാതി വിശപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചത്, അയ്യോ ഇനി ഇതിൽ ഒഴിക്കാൻ എന്തെങ്കിലും പാല് വേണമല്ലോ. അപ്പം നോക്കിയപ്പോൾ എൻ്റെ സോയാ മിൽക്ക് പൗഡർ ഉണ്ടായിരുന്നു. സോയാ മിൽക്ക് പൗഡർ തിരഞ്ഞ് അവസാനം എനിക്കത് കിട്ടിയതോ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന്. കാരണം ഞാനത് എപ്പോഴോ മറന്നു വെച്ചതാണ് അതിൻ്റെ ഉള്ളിൽ. എനിവേ ഞാൻ എന്തായാലും അത് 2-3 സ്പൂൺ സോയാ പൗഡറും കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഒരു പാല് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാലിൻ്റെ മിക്സ് ചെയ്യണം. നമ്മൾ എന്തിലേക്കാണ് ഒഴിക്കണം, ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഡേറ്റ്സിൻ്റെയും പഴത്തിൻ്റെയും മിക്സിലേക്ക് ഒഴിക്കണം. ഞാൻ ഡേറ്റ്സും പഴവും ആദ്യമേ മിക്സിയിലിട്ട് അരച്ചു കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അയച്ചത്. അതിനുശേഷം നമ്മുടെ സോയാ മിൽക്ക് വെച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മിൽക്ക് പൗഡർ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ആ പാലൊഴിച്ചു. അതിൽ ഇച്ചിരി കൂടെ ബാക്കിയിട്ട് അതും കൂടി തോണ്ടിയിട്ടു. എന്നിട്ട് നമ്മൾ ചൂടാറിയിട്ടുള്ള നമ്മുടെ സ്വന്തം നമ്മുടെ ഈ റാഗി കുറുക്കിനെ നമ്മളതിലേക്ക് വെച്ചു. ഇപ്പോൾ കണ്ടപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു രൂപം തോന്നുന്നില്ലേ. എനിവേ നമ്മളപ്പോൾ അത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഇതുപോലെ സ്മൂത്തി ആയിട്ട് എടുക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഈ രാത്രി നമ്മുടെ ഹെവി ഫുഡൊക്കെ കഴിക്കുന്നേക്കാളാണ് നല്ല ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് നല്ലൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഇച്ചിരി ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ നമ്മളതിലേക്ക് ഇട്ടു. മറ്റേ ഗ്ലാസ്സിലിടുന്നില്ല, കാരണം അതിൻ്റെ ചേട്ടന് വേണ്ടിയിട്ടുള്ളതാണ്. ഇഷ്ടമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലോ അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി ഉള്ള റാഗി സ്മൂത്തി റെഡിയാക്കി. ഇനിയുള്ളത് എപ്പോഴത്തെയും പോലെ പാത്രം കഴുകലാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.